മാസപ്പടി വാങ്ങിയിട്ട് അത് പൂട്ടിക്കെട്ടിയിട്ട് ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ 3500 രൂപ മാസ വാടകയുള്ള ഒരു ഒറ്റമുറി കെട്ടിടത്തിൽ ഒരു നോട്ടീസ് മാത്രം വെച്ചിട്ട് ഒരിക്കലും പോകാത്ത ഒരു കമ്പനി തുടങ്ങാൻ വീണ തൈക്കണ്ടില്ലല്ലാതെ മറ്റാരെങ്കിലും പറ്റുമോ? അതിനെ ന്യായീകരിക്കാൻ ജയിക്കിനെ പോലുള്ള പാർട്ടിക്കാരല്ലാതെ മറ്റാരെങ്കിലും വന്നിരിക്കോ? ജയിക്ക് എന്തിനായിരുന്നു ഇവർ വിദേശ യാത്രകൾ നടത്തിയത്? എങ്ങനെയാണ് 20 കോടി രൂപ ട്രാൻസാക്ഷൻ നടത്തിയത്? എന്താണ് ഇതിന്റെ സോഴ്സ്? 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുന്നു. അതിന്റെ സോഴ്സ് എന്താ? ഇഡിയും എന്തെങ്കിലും ഒക്കെ ചവച്ചു തുപ്പിയ അതേ കാര്യം എടുത്തു വെച്ചിട്ട് കോൺഗ്രസിന്റെ ആരോപണം എന്നതുപോലെ പേരെടുത്ത് വെച്ചിട്ട് ഈ ഹവാല കടമാറിന്റെ 85 ലക്ഷത്തിന്റെ കണക്കുണ്ടോ, ഈ പറയുന്നത് പോലെ 2.5 കോടി രൂപ എന്താ വിട്ടിൻ കൊട്ടേഷൻ മാസപ്പടി പറ്റിയതിന്റെ കണക്കുണ്ടോ? ഇതൊക്കെ എവിടെ നിന്ന് ലഭിച്ച വിവരമാണ്? ACC ആഫീസിൽ നിന്ന് ലഭിച്ച വിവരമല്ലോ. ചുരുങ്ങിയ പക്ഷം ഇപ്പോഴും പ്രസിഡന്റ് ഇല്ലാതെ അനാഥമായി കിടക്കുന്ന KPCC ആഫീസിൽ നിന്ന് ലഭിച്ച വിവരമല്ലോ. ഇത് ആര് കൊടുത്തതാണ്? RSSന്റെ വേട്ടറായി കിടന്ന് വിവരവും വെള്ളിയാട് ബുദ്ധിയുമുള്ള തലയിൽ ആൾതാമസമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ ഇഡിയും NIയും CBIയും SFIയും ചവച്ചു തുപ്പി കേരളത്തിന്റെ പുറത്തേക്ക് തള്ളിയ മാലിന്യത്തെ എടുത്തു വെച്ച് കോൺഗ്രസ് നേതാവ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇല്ലേ, അങ്ങല്ല ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ, അങ്ങയേക്കാൾ വലിയ വലിപ്പമുള്ള ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങയേക്കാൾ വർദ്ധിത വീര്യത്തോടുകൂടെ ഈ RSSന്റെ വേട്ടനായ്ക്കൾ ചവച്ചു തുപ്പിയ വാറോറയും എടുത്തു വെച്ചുകൊണ്ട് കേരളത്തിൽ പ്രചരണം നടത്തി. ഇല്ലേ, എന്നിട്ട് എവിടെ പോയി ആ പ്രചരണം? ഈ ചവച്ചു തുപ്പിയ വാറോറയിൽ ഒന്നാമത്തേതായിരുന്നു ഇല്ലേ ക്ലിഫ് ഹൗസിലെ സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പിലെ സ്വർണം, അതോടൊപ്പം വിശുദ്ധ ഖുർആനിലെ സ്വർണം, ഈന്തപ്പഴത്തിലുള്ള സ്വർണ്ണക്കുരു, കമല ഇന്റർനാഷണൽ, കൈതോലപ്പാറയിൽ കിടത്തിയ ലക്ഷങ്ങൾ ചവച്ചു തുപ്പിയ വാറോറ എടുത്തു വെച്ച ജിൻഡോ ജോണല്ല, ജിൻഡോ ജോണിന്റെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചാനൽ ഫോണുകൾ വന്നത് പ്രസംഗിച്ചു, പ്രചരിപ്പിച്ചു. ഏതെങ്കിലും ഒരു കേസിന് തെളിവുണ്ടോ? ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ, അങ്ങയുടെ പാർട്ടിയുടെ അളിയനും പെങ്ങളും പോയല്ലോ 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് കൊടുത്ത് സംഭാവനയായി സാഷ്ടാംഗം പ്രണമിച്ച് കേസ് ഒത്തുതീർത്ത RSSന്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി ആ രാഷ്ട്രീയ വിധേയത്വം ഇടതുപക്ഷം സ്വീകരിക്കില്ല. അത് സ്വീകരിക്കുന്നത് ഡൽഹിയിലുള്ള അളിയനും വയനാട് പാർലമെന്റ് മെമ്പറും അവരുടെ സംഘവുമാണ്. 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കയ്യോടെ BJPക്ക് രൊക്കംപരമായി കൊടുത്ത ആ കേസ് ഒത്തുതീർപ്പാക്കി അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും മറ്റും വരുമ്പോൾ അവർക്ക് സിന്ദാബാദ് വിളിച്ചു നടക്കുന്ന ജിൻഡോ ജോണിനെ പോലെയുള്ളവരുടെ ഗതികേട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടി വന്ന ഞങ്ങൾ കരഞ്ഞു നിലവിളിക്കില്ല. അശോക് ചൗഹാനെ പോലെ RSSന്റെ ഓഫീസിൽ പോയി തിന്നവരെങ്കില്ല. 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത അളിയനും പെങ്ങളോടെ RSSന്റെ സംഭാവന ചെയ്ത് കോൺഗ്രസ് ആയി നിൽക്കില്ല. ആ കോൺഗ്രസിന് സിന്ദാബാദ് വിളിക്കേണ്ടവരുടെ ഗതികേടുള്ള ജിൻഡോ ജോണിന്റെ അവസ്ഥ കേരളത്തിലെ DYFIക്ക് ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നല്ലവണ്ണം ധാരണയുണ്ടായിട്ട് വേണം, വസ്തുതകളുടെ പിൻബലത്തിൽ വേണം ആരോപണം ഉന്നയിക്കാൻ. അല്ലാതെ RSSന്റെ എടുത്തു വെച്ചിട്ടല്ല ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അഭിപ്രായം പറയേണ്ടത്.